ലോകോത്തര കരിയറാണ് ലക്ഷ്യമെങ്കിൽ നമ്പർ 1 ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെ തിരഞ്ഞെടുക്കണം. കേരളാസ് ഫൈനസ്റ്റ് എഡ്യൂക്കേഷണൽ ഗ്രൂപ്പ് വെൽക്കംസ് യു. ഹോളി ഗ്രേസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് രാജ്യാന്തര നിലവാരത്തിലുള്ള മികച്ച വിദ്യാഭ്യാസം നിങ്ങൾക്ക് സാധ്യമാക്കുന്നു. ആകർഷകമായ ക്യാമ്പസും അത്യാധുനിക പഠന സംവിധാനങ്ങളും ഉന്നത വിജയവും ഒത്തുചേരുന്ന വിസ്മയമാണ് ഹോളി ഗ്രേസ്. LKG മുതൽ ഡോക്ടറേറ്റ് വരെ ഈസിയായി പഠിക്കുന്നതിന് ഹോളി ഗ്രേസ് അവസരം ഒരുക്കുന്നു. PhD, MBA, എഞ്ചിനീയറിംഗ്, B.Pharm, D.Pharm, പോളിടെക്നിക് ഡിപ്ലോമ, ആർട്സ് ആൻഡ് സയൻസ്, ഏവിയേഷൻ, ലോജിസ്റ്റിക്സ്, CBSE സ്കൂൾ തുടങ്ങി വ്യത്യസ്ത കോഴ്സുകൾ ഹോളി ഗ്രേസിന്റെ മാത്രം പ്രത്യേകതയാണ്. എക്സ്പെർട്ട് ഫാക്കൽറ്റി, ഡിജിറ്റൽ ക്ലാസ് റൂംസ്, അഡ്വാൻസ്ഡ് ലാബ്സ്, സ്റ്റേറ്റ് ഓഫ് ദ ആർട്ട് ലൈബ്രറി, ഹോസ്റ്റൽ ഫെസിലിറ്റീസ്, ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ്, സ്വിമ്മിംഗ് പൂൾ, സ്കേറ്റിംഗ്, ഹോഴ്സ് റൈഡിംഗ് ആൻഡ് മോർ. നിങ്ങളുടെ കരിയർ ഞങ്ങളിൽ സുരക്ഷിതം. വരൂ, ഒന്നിച്ചു മുന്നേറാം, ഒന്നാമതെത്താം. ഹോളി ഗ്രേസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ, മാള, തൃശൂർ. മേക്കിംഗ് എ ഡിഫറൻസ്. വിവിധയിനം കായ്കനികളും സുഗന്ധദ്രവ്യങ്ങളും കുറഞ്ഞ സമയം കൊണ്ട് ഉണക്കിയെടുക്കുന്നതിനുള്ള യന്ത്ര സംവിധാനവുമായി മാള ഹോളി ഗ്രേസ് പോളിടെക്നിക് കോളേജിലെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾ. കൊപ്ര, ജാതി മുതലായ കാർഷിക ഉൽപ്പന്നങ്ങൾ കുറഞ്ഞ സമയം കൊണ്ട് ഉണക്കിയെടുക്കുന്നതിനായാണ് ഈ യന്ത്രം നിർമ്മിച്ചിരിക്കുന്നത്. വൈദ്യുതി ഉപയോഗിച്ചാണ് യന്ത്രം പ്രവർത്തിക്കുന്നത്. 900 വാട്ട്സിന്റെ 2 ഹീറ്റിംഗ് കോയിലാണ് യന്ത്രത്തിനുള്ളിലെ താപനില വർദ്ധിപ്പിക്കുന്നതിനായി ഉപയോഗിച്ചിരിക്കുന്നത്. ചൂട് എല്ലായിടത്തേക്കും വ്യാപിക്കാൻ ഒരു ഫാനും ഘടിപ്പിച്ചിരിക്കുന്നു. യന്ത്രത്തിനുള്ളിൽ നിന്ന് ചൂട് പുറത്തു പോകാതിരിക്കാനായി പുറത്തും അകത്തും മൈൽഡ് സ്റ്റീൽ ഷീറ്റും നടുവിൽ ഗ്ലാസും ഉള്ള 3 പാളികളുള്ള ഭിത്തിയാണ് നിർമ്മിച്ചിരിക്കുന്നത്. മൈസെൽഫ് ടോം ജോസഫ് ട്രിൻസൺ. ഞാനിവിടെ S6 മെക്കാനിക്കൽ വിദ്യാർത്ഥിയാണ്, ഫൈനൽ ഇയർ വിദ്യാർത്ഥിയാണ്. ഹോളി ഗ്രേസ് പോളിടെക്നിക് കോളേജിൽ പഠിക്കുന്നു. ഞങ്ങളിവിടെ ഞങ്ങളുടെ പ്രോജക്റ്റായിട്ട് ചെയ്തത് മൾട്ടിപർപ്പസ് അഗ്രികൾച്ചർ ഡ്രയർ എന്ന പ്രോജക്റ്റാണ്. ഇതിനങ്ങ് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാൽ കർഷകർക്ക് ഏറ്റവും എളുപ്പത്തിൽ കുറഞ്ഞ ചിലവിൽ തേങ്ങ ഉണക്കാനും പിന്നെ സ്പൈസസ് ഒക്കെ ഉണക്കാനായിട്ട്, മെയിൻലി ജാതിപത്രമൊക്കെ ഉണക്കാനായിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇത് ചുരുങ്ങിയ ചിലവിൽ ഞങ്ങൾ ചെയ്തതാണ്. ഇതിൻ്റെ ഉള്ളിൽ ഉപയോഗിച്ചതെന്ന് വെച്ചാൽ ഒരു തെർമോമീറ്റർ ഉപയോഗിച്ചിട്ടുണ്ട്, ഉള്ളിലൊരു ഹീറ്റർ കോയിൽ ഉപയോഗിച്ചിട്ടുണ്ട്, 2 ഹീറ്റർ കോയിൽ ഉപയോഗിച്ചിട്ടുണ്ട്, ഫാനുണ്ട്. ഹീറ്റർ കോയിൽ രണ്ട് ഹീറ്റർ കോയിൽ 900 വാട്ട് പ്രൊഡ്യൂസ് ചെയ്യും. പിന്നെ ഉള്ളിലൊരു ഫാൻ വെച്ചിട്ടുണ്ട്, അത് ഇതിൻ്റെ ഉള്ളിലേക്ക് ചൂട് ഫുള്ള് സർക്കുലേറ്റ് ചെയ്യും. പിന്നെ ഒരു തെർമോമീറ്റർ വെച്ചിട്ടുണ്ട്, ഇത് ഇതിൻ്റെ ഉള്ളിലത്തെ ഹീറ്റ് നമുക്ക് ഡിറ്റ് ചെയ്ത് കറക്റ്റ് കാണിച്ചു തരികയും ചെയ്യും. താപനില അളക്കുന്നതിനായി സെൻസറുകളും താപനില നിയന്ത്രിക്കുന്നതിനായി ഒരു റെഗുലേറ്ററും നിശ്ചിത താപനിലയിലേക്ക് എത്തിച്ചേരുമ്പോൾ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുന്നതിനായി കട്ട് ഓഫ് സിസ്റ്റവും നൽകിയിരിക്കുന്നു. ഏതു കാലാവസ്ഥയിലും വളരെ കുറഞ്ഞ സമയം കൊണ്ട് എളുപ്പത്തിൽ കായ്കനികളും മറ്റു സുഗന്ധ വ്യഞ്ജനങ്ങളും ഉണക്കിയെടുക്കാം എന്നതാണ് ഈ യന്ത്രത്തിന്റെ പ്രധാന ആകർഷണം. ഇത് ഞങ്ങൾ ഇത് ഉണ്ടാക്കിയതെന്ന് വെച്ചാൽ നമുക്ക് ഏത് സീസണിൽ വേണമെങ്കിലും ആർക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യും. ഇപ്പോൾ മഴക്കാലമാകുമ്പോൾ നമുക്ക് ഈ തേങ്ങ ഉണക്കാനും നല്ല പാടായിരിക്കും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ വെക്കുകയാണെങ്കിൽ ഇതൊരു സ്ഥലത്തൊരു വെച്ചാൽ മതി. പിന്നെ ജസ്റ്റ് ഒരു ഇലക്ട്രിസിറ്റി കൊടുത്താലും സപ്ലൈ കൊടുത്താലും മാത്രം മതി. ഇത് നമുക്ക് വിത്തിൻ 1.5 hours തേങ്ങയൊക്കെ 3/4 ഭാഗം ഉണക്കി കിട്ടുകയും ചെയ്യും. പിന്നെ നമുക്ക് ഏത് സീസണിലും യൂസ് ചെയ്യുകയും ചെയ്യാം. വളരെ കുറഞ്ഞ സ്ഥലം മാത്രമേ ആവശ്യമുള്ളൂ എന്നതും യന്ത്രത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് അവസാന വർഷ വിദ്യാർത്ഥികളായ ടോം ജോസഫ്, മുഹമ്മദ് അൻസിൽ, സിദ്ധാർത്ഥ് രാജ്, ഋഷഭ് KB, S അനന്തപത്മനാഭൻ എന്നീ വിദ്യാർത്ഥികളാണ് ഈ ആശയം പ്രാവർത്തികമാക്കിയത്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് ഹെഡ് എഡ്വിൻ ജോയ് പുലിക്കോട്ടിൽ, ഷാരോൺ K ബാബു, ബാലകൃഷ്ണൻ CR എന്നീ അധ്യാപകരും ഈ കൂട്ടായ്മയ്ക്ക് നേതൃത്വം നൽകി. 5000 രൂപയാണ് യന്ത്രത്തിന്റെ നിർമ്മാണ ചെലവ്. ആയിക്കോടി 5 രൂപ 5000 രൂപ ബഡ്ജറ്റിലാണ് ചെയ്തതാണ്. ഫുള്ള് ബാക്കിയുള്ള ഫ്രെയിമും ബാക്കിയുള്ള സംഭവങ്ങളെ സ്ക്രാപ്പ് ചെയ്യുന്നതാണ് എടുത്താണ്. ഇതിപ്പോൾ പുറത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് 10 രൂപ 15 രൂപ ബഡ്ജറ്റ് തന്നെ ഉണ്ട്. ഞങ്ങൾ ഇത് കർഷകർക്ക് വേണ്ടി കുറഞ്ഞ ചിലവ് ചെയ്യാൻ വേണ്ടിയാണ് ചെയ്തത്. ഞങ്ങളിവിടെ അടുത്തൊരു ഷാജി ബേക്കറി എന്ന് പറയുന്ന ബേക്കറി ഉണ്ട്. അവർ ഞങ്ങളുടെ അടുത്ത് ഇങ്ങനെ ഒരു ഫെയർ വെച്ച് വന്നു, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സംഭവം ചെയ്യാൻ പറ്റുമോ എന്നത് ഞങ്ങളുടെ അടുത്ത് ഇങ്ങോട്ട് ചോദിച്ചു വന്നുകൊണ്ടും കൂടിയാണ് ഞങ്ങൾക്ക് ഈ ഒരു ഐഡിയ കിട്ടിയത് തന്നെ. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഇപ്പോൾ ഒരു തേങ്ങ ഉണക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ വിത്തിൻ 1.5 hours 3/4 ഭാഗം ഉണങ്ങി കിട്ടുകയും ചെയ്യും. നമുക്ക് കാണാൻ പറ്റും അതിൻ്റെ ഉള്ളിൽ ഓയിലിൻ്റെ കണ്ടൻസ് ഒക്കെ ഉണ്ടാവും. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ജാതിപത്രമൊക്കെ വെച്ചാൽ 20 മിനിറ്റ് കൊണ്ട് തന്നെ അത് ഫുള്ളായിട്ട് ഉണങ്ങി കിട്ടുകയും ചെയ്യും.